തിരിച്ച് സമ്മാനമൊന്നും തരരുതെന്നുള്ള കണ്ടീഷനിലാണ്. അപ്പൊ അതുമായി ഇതുമായി എന്തുവാകട്ടെ ഇവിടെ വന്നതിന്, ഇതിന് ക്ഷണിച്ചതിന്, ഇന്നിപ്പോ ഞങ്ങളുടെ സായി ഗ്രാമത്തിൽ, ഇവിടെ എല്ലാവരും സായി ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ സായി ഗ്രാമത്തിൽ വരണം, എല്ലാവരും ഒരു ദിവസം താമസിക്കണം. ഇന്നിപ്പോ സായി ഗ്രാമത്തിലെ 65ാമത്തെ പ്രൊജക്ട് ഡി അഡിക്ഷൻ സെന്റർ. ഇത് നമ്മുടെ എല്ലാം പഴയ നടി ഷീല ഇപ്പോൾ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ കളവ് എന്നുള്ളത് പറയൂല, എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ഇന്നലെ പ്രത്യേക ഒരു കളവ് പറയുന്നു. അവരെന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു ആശുപത്രി കേസായിട്ട് ഞാൻ എറണാകുളത്തേക്ക് വന്നു, ഞാൻ എങ്ങനെയും 11 മണിക്ക് അവിടെ എത്താം എന്ന് പറഞ്ഞു. ഇന്നലെ സംഘാടകരോട് പറഞ്ഞു ഞാൻ 11 മണിക്ക് വരാൻ പറ്റിയില്ല, വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്തെങ്കിലും പറയാൻ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വിളിയും അതുപോലെ തന്നെ ജോസും നമ്മുടെ രാമേന്ദ്രൻ ഇവരുടെയൊക്കെ വിളി ഇത്തിരി ശക്തമായത് കാരണം എന്താണെങ്കിലും പിന്നെ ഇത് എൻ്റെ നാടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. തീർച്ചയായിട്ടും ഇവിടെ എത്തിയതിന്, നിങ്ങളെല്ലാവരും വിളിച്ചതിന്, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ആദ്യം ശ്രീമതി ശാന്ത മോഹൻ. നല്ല കൈകടി കൊടുക്കേണ്ട നിമിഷമാണ്. നല്ല കൈകടി സ്വാഗതം ചെയ്യാം. അമ്മയുടെ തീരുമാനക്കെടുത്ത് ദീർഘായുസ്സും സർവാരോഗ്യം ഉണ്ടാകുന്ന പ്രാർത്ഥന നിറഞ്ഞ കൈകടി കൊടുക്കാം. കുറച്ചുകൂടെ നല്ല തരത്തിലുള്ള കൈകടിയാവാം. അടുത്ത മൊമെന്റ് ഏറ്റുവാങ്ങാൻ ശ്രീ ഷൈജു വലമ്പൂരിനെ ക്ഷണിക്കുന്നു. അടുത്ത ശ്രീ എം കെ. അമീലിയ കൃഷ്ണ. പിന്നെ നമ്മുടെ വേദിയിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അജികുമാർ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അദ്ദേഹം ഗൾഫിൽ നിന്ന് ഈ സംഗമ പ്രോഗ്രാമിൽ എത്താൻ വേണ്ടി വളരെ ആഗ്രഹിച്ചു വന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയുടെ ചെറിയൊരു കാലിനൊരു ചെറിയ പഴുപ്പ് വന്നതെന്തോ ചെറിയ രീതിയിലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ ഈ മൊമെന്റോ ഏറ്റുവാങ്ങാനായി മിസ്റ്റർ രാജേഷ് നാമത്തിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഡിനോ വർഗീസ്, ഞങ്ങളുടെ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ശ്രീ ഹരീഷ് പ്രമാണം. ശ്രീ ദിലീപ് ആർ നായർ. ഗിഫ്റ്റുകൾ കൊടുത്ത എല്ലാവരും നമ്മുടെ ചാരിറ്റിയിലെ ഓരോ പ്രവർത്തനങ്ങളിലും ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രവർത്തിച്ചവരാണ്. ഇനിയും പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് അവർ ഈ മുന്നോട്ടുള്ള ഓരോ വേദിയിലേക്കും കടന്നു വരുന്നത്. എല്ലാവർക്കും കുറച്ചു നേരം റിലാക്സ് ചെയ്യാം. ഒരു ചെറിയ ഒരു മിമിക്രി അവതരിപ്പിക്കുകയാണ്. അപ്പൊ അതിനെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് പ്രസംഗങ്ങളൊന്നും കേട്ട് ആ ബലം ഒന്ന് വിടുക. ആദ്യം എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഒന്ന് കൈകടിച്ച് ഏത് പ്രോഗ്രാമിന്റെ വിജയം ഈ കൈകടിയാണ്. കൈകടി കൂടുന്നതനുസരിച്ച് ഐറ്റംസ് കൂടും. അപ്പൊ എന്റെ പേര് കലാഭവൻ പ്രമോദ് എന്നാണ്. വീട് തൃശ്ശൂരാണ്. കളേഴ്സ് ചാരിറ്റി ഇതിൽ ഉണ്ട്. സന്തോഷം ഇവിടെ വരാൻ സാധിച്ചാല്. അപ്പൊ തൃശ്ശൂരായതുകൊണ്ട് ഈ തൃശ്ശൂർ പൂരം, ലോക പ്രശസ്തി ആർജിച്ച തൃശ്ശൂർ പൂരം, ഈ പൂരത്തിന് കൂടുതൽ മാറ്റി കൂട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പൂരവസാനമുള്ള വെടിക്കെട്ട് തന്നെയാണ്. ആ വെടിക്കെട്ട് അനുകരിച്ചുകൊണ്ട് ഞാൻ പ്രോഗ്രാമിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും തൃശ്ശൂർ പരിപാടികളിലേക്ക് ഹാർദമായ സ്വാഗതം.
ഇനി മിമിക്രിയില് ചില ശബ്ദ വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ട്രെയിനിന്റെ കാര്യം എടുക്കാം. നമ്മളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ട്രെയിന് പലതരം ശബ്ദമാണ്. അതായത് ട്രെയിൻ പുറപ്പെടുന്ന ഒരു ശബ്ദമല്ല, ഒരു ഇരുമ്പ് പാലത്തിന്റെ മുകളിൽ കടന്നു പോകുമ്പോൾ, അതായത് ട്രെയിൻ പാലത്തിന്റെ പുഴയുടെ മേലെ കൂടെ കടന്നു പോകുമ്പോൾ ട്രെയിനിന്റെ ശബ്ദം വ്യത്യാസം വരും. ആ ശബ്ദം അനുകരിക്കുക. വേദിയിൽ ഒരു ട്രെയിൻ പോകുന്നു, പാലത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുന്നു. ഇത് ട്രെയിനിന്റെ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം. ഇത് നമ്മൾ അകത്തിരുന്ന ട്രെയിനിൽ പോവാണ്. അപ്പൊ ഈ ട്രെയിനിന്റെ ശബ്ദം വ്യത്യാസമുണ്ട്. നമ്മൾ അകത്തിരുന്ന് പോകുമ്പോൾ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്ന ആ ഒരു ശബ്ദം. അപ്പൊ ഓപ്പോസിറ്റ് ട്രെയിൻ പാസ് ചെയ്യുന്നു, ആ ഒരു വ്യത്യാസം. അകത്തിരുന്ന് കേൾക്കുന്ന ട്രെയിനിന്റെ ശബ്ദം. ഇനി ട്രെയിനിൽ നിന്ന് മാറി നമുക്ക് ഹെലികോപ്റ്റർ, നമ്മൾ എറണാകുളത്ത് ചെയ്തുകൊണ്ട് എപ്പോഴും ഹെലികോപ്റ്റർ നമുക്ക് അതിന്റെ ശബ്ദം കേൾക്കാം. ഒരു ഹെലികോപ്റ്റർ അകലെ നിന്ന് വന്നിട്ട് അടുത്ത് വന്നിട്ട് പോവുകയാണ്. ആ ഒരു വ്യത്യാസം. ഇത് ഇംഗ്ലീഷ് സിനിമയിലെ ഡിജിറ്റൽ ശബ്ദത്തോടുകൂടി ജൂറാസിക് പാർക്ക് സിനിമയിലൊക്കെ കാണുന്ന ആ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന ഹെലികോപ്റ്റർ. ഇനി നമ്മളെ ഈ കൊച്ചു കുട്ടികളെ എന്തെങ്കിലും പ്രോഗ്രാം പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടല്ല, പഠിച്ചത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ചെറിയ ചെറിയ കൊച്ചുകുട്ടി സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കുറച്ച് കലാപരിപാടി നമുക്ക് ശ്രദ്ധിക്കാം. ചിഞ്ചുമോൾ അവതരിപ്പിക്കുന്ന ഒരു പ്രകട പ്രസംഗം. ചെറിയ കുട്ടിയാണ്. അവൻ പഠിച്ചു, പക്ഷേ അഗസ്റ്റിൽ പാടുന്നതും അവൻ പഠിച്ചു, സമൂഹത്തിൽ പരസ്പരം പാടിക്കാനും അവൻ പഠിച്ചു. അവൻ മതത്തിൽ ചങ്ങൽ പൊട്ടിച്ചെറിയ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചോ. ഇസ്ലാമിലെ ഭക്തനാണ് ഹിന്ദു ഭക്തിയാണ്. പേരുകളും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, നിലവിളിൽ കതിരുള്ളിൽ കതിരിൽ സ്വാമി അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി. ഇത് ക്രിസ്ത്യൻ ഭക്തിയാണ്. പേരുകളും കണ്ണുകളിൽ ഓടിയെത്തും യേശു, നിലവിളിൽ കതിരുള്ളിൽ കതിരുള്ളിൽ യേശു അയ്യപ്പനേശു അയ്യപ്പനേശു. ഇനി വീണ്ടും ശബ്ദവ്യത്യാസത്തിന്റെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ വീട്ടില് ഉപയോഗിക്കുന്ന ഒരു വീട്ടുപകരണമാണ് മിക്സി. ഇതിന് പഴയതിന് പുതിയ ശബ്ദ വ്യത്യാസമുണ്ട്. പഴയ മിക്സിക്ക് ശബ്ദം കൂടും. പഴയ മിക്സി വയ്ക്കുന്ന ശബ്ദം ഒക്കെ ഇട്ടത് മുഴുവൻ തുള്ളി പോകും. എന്നാൽ പുതിയ മിക്സി വരയ്ക്കുന്നത് നമുക്ക് അറിയേയില്ല. പുതിയ മിക്സി വരയ്ക്കുന്ന ശബ്ദം
കാബൂളിവാല സിനിമ എല്ലാവരും കണ്ടിട്ട് ആ കാബൂളിവാല സിനിമയിലെ മനോഹരമായ ബ്യൂഗിൾ മ്യൂസിക് അതിന്റെ കഥകൾ കൊണ്ട് അവതരിപ്പിക്കാം. കാബൂളിവാലയിലെ മനോഹരമായ ആ ബ്യൂഗിൾ മ്യൂസിക്. ഇനി മലയാള സിനിമയുടെ മുന്നേ ആരാണ് ചോദിച്ചാൽ കുറ്റത്തിലുള്ള ശ്രീ മോഹൻലാൽ. ഈ ലാലേട്ടന് ജാക്കിച്ചൻ പടത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രസന്റ് കൂടി ഇന്നസെന്റ് ചേട്ടന്റെ മോഹം വിൽ സ്മിത്തിന്റെ കൂടെ ഇംഗ്ലീഷ് ചലച്ചിത്രത്തിൽ അഭിനയിക്കണം. ഇന്നസെന്റ് അഭിനയിക്കുന്ന ഒരു ഇംഗ്ലീഷ് ചലച്ചിത്ര ട്രെയിലർ എന്റെ ഭാവി ഇന്നസെന്റ് അഭിനയിക്കുന്ന ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം. To understand where you speak is where I'm going to understand. To understand where I'm going to be able to speak it out. Stop staring. This is a panther. Hands up. നിന്റെ അപ്പനോട് പോയി പല തെണ്ടി എന്റെ അമ്മ എങ്ങനെ ഇരിക്കാൻ Listen to me right now. Relax and all. Very sweet. Oh, oh. Listen to me. I say, don't listen. Relax. Listen. ഈശ്വര ഇവരൊളിച്ചൊന്നും മതി കളിക്കാൻ ഇനി ഒരു അക്ഷര ശ്ലോക സദസ്സ് അറിയാലോ. അക്ഷര ശ്ലോക സദസ്സിന്റെ ആ ഒരു പാറ്റേൺ, അതായത് ഒരുപാട് പേര് അവതരിപ്പിക്കുന്ന ഒരു സദസ്സാണ് അക്ഷര ശ്ലോക സദസ്സ്. ഇത് റേഡിയോ കൂടെ കേൾക്കുകയാണ്. ആ അക്ഷര ശ്ലോക സദസ്സ് അവതരിപ്പിക്കുകയാണ് ഒരു അക്ഷര ശ്ലോക സദസ്സ്. നിനക്കെന്നറിയില്ലരാതെ അഞ്ചാം ക്ലാസ്സിൽ 5 കൊല്ലം 5-ാം ബെഞ്ചിൽ 5-ാമനായി നെഞ്ചോടഞ്ചു വേർന്ന നിന്റെ രാമേ തനാണു ഞാൻ. മകളുടെ നെറ്റിയിലെ വട്ടപ്പൊട്ടു കണ്ടിട്ട് എനിക്ക് വണ്ടിലടി ഇതറിഞ്ഞ പട്ടരന്റെ പട്ടാപ്പകൽ പട്ടച്ചോല് കൊണ്ടടിച്ച് പെട്ടിക്കാട്ടേക്കുള്ള വണ്ടിയും കയറ്റി വിട്ടു. പട്ടയും അടിച്ചു വട്ട ഹസിച്ചു. പലതരം പട്ടികൾക്ക് പലതരം ശബ്ദം. ഇപ്പൊ ഒരു ഡോവർമാൻ അത് ഭയങ്കര മുഴക്കത്തോടു കൂടിയാണ് കുറയ്ക്കാറ്. ഡോവർമാൻ ശബ്ദം എന്നാൽ വീട്ടിലോടിച്ചാൽ നടത്തുന്ന പോമറേനെ പഠിക്കുന്നുണ്ട്. അത് വളരെ ലേറ്റ് ആയിട്ടാണ് കുറയ്ക്കുക. പോമറേൻ കുറയ്ക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നമ്മളൊക്കെ തെണ്ടിപ്പട്ടി എന്നൊക്കെ പറയും നാടൻപട്ടി. ഇതിന്റെ കുറെ വളരെ രസകരമാണ്. നാടൻപട്ടി കുറയ്ക്കുന്നത് വെച്ചാല് അപ്പൊ സമയം അധികം ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് സിനിമാ താരങ്ങളോടെ അവതരിപ്പിച്ചത് ഞാൻ ഈ വേദി വിടാം.
ആദ്യം അവതരിപ്പിക്കുന്നത് കലാഭവന്റെ വിവിധ താരമായിട്ട് മലയാളത്തിലും തമിഴിലും കളിക്കുന്ന ഇപ്പോൾ വെറുതെ ഭാര്യ എന്ന സിനിമയിലൂടെ രണ്ടാമത് നടത്തിയ ജയറാമേട്ടന്റെ ശബ്ദം അനുകരിക്കാം. വേദിയിൽ ആദ്യം എത്തുന്നു ജയറാം. അയ്യോ ഇതമോ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറയും ചെയ്തു വിളിക്കാൻ. ദൈവം ചെയ്തോട് വെച്ചപ്പോ ചെയ്തവരെ ചെയ്തു വിളിക്കാൻ. വല്ലവനെനിക്ക് സിനിമയിൽ കയറിപ്പെട്ട വലിയ ആശുചകരി ദൈവം കേട്ട് നോക്കി. ഇതിനേക്കാൾ 4-5 വലിപ്പുള്ള കോളേജിൽ 5-6 വർഷം വെല്ലസി തന്നെ പോലെ തന്നെയൊക്കെ സമയത്തിൽ കുട്ടിയില്ലായിരുന്നു. ദൈവോ അവരോട് തോന്നരുത്, തന്നോട് തോന്നാൻ താരത്തില് സിന്ധുന്നില്ല. അതെങ്കിൽ പള്ളി പറഞ്ഞ മതി. പള്ളിയിൽ വീട്ട്. താങ്ക് യു. ഇനി ഒത്തിരി പേര് പറയാൻ വയസ്സായതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു താരത്തെ അവതരിപ്പിക്കാം. മറ്റാരുമല്ല, നമ്മുടെ തിക്കുറിശി സുകുമാരൻ നായരെ അനുകരിക്കാം. പഴയകാല സിനിമാ താരം തിക്കുറിശി സുകുമാരൻ നായർ. യുദ്ധം ശത്രുയും ഭർമ്മമാണ്. അതിൽ നിഗ്രഹം ഭഗവത് സുഗന്ധയെ മുൻനിർത്തിയാണ് അർജുനൻ വിൽപ്പക്കുന്ന പോലെ. അതുകൊണ്ട് സുഗന്ധയാണ് വരട്ടെ. ഇനി നമ്മുടെ കുട്ടികൾ ഒത്തിരി പേരുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു താരമുണ്ട്. മറ്റേവല്ല ജനപ്രിയ താരം ദിലീപ് ഏട്ടന്റെ ശ്രദ്ധിക്കാം. വേദിയിൽ ജനപ്രിയ താരം ദിലീപ്. മറക്കണമെന്ന് പറഞ്ഞോളൂ, മറക്കാം. ഈ നാട്ടിൽ നിന്ന് പോണെന്ന് പറഞ്ഞോളൂ, അതും മാറാം. പക്ഷെ കൺമുമ്പിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറില്ല, അതും ഇല്ല. ദയുള്ള സന്തോഷം മാത്രമല്ല, ദുഃഖം കൂടി പങ്കാളാൻ ഞാൻ തന്നെ സ്നേഹിച്ചത്. ആർക്കും വിട്ട് കൊടുക്കില്ല. തന്റെ ചീരയും കണ്ണും മൂക്കും എല്ലാം എനിക്ക് സ്വന്തമാക്കണം. പിള്ളേച്ച രുക്മിണി എനിക്ക് ഇഷ്ടമാണ്. അവളെ ഞാൻ പൊക്കും. പിള്ളേച്ചിന് ചെയ്യാൻ പറ്റുന്ന പിള്ളേച്ചിനെ ചെയ്യ്. ആരോടും പറയല്ലേ, അമ്പിച്ചേട്ടോ. താങ്ക് യു. ഇനി ഒരു താരത്തിന്റെ 2 ശബ്ദം പരിഹരിക്കാം. നേരത്തെ വ്യത്യസ്തത കാണിച്ചതുപോലെ മലയാളമല്ല ജനാറും ചേർത്ത് പണ്ട് കാലത്ത് അദ്ദേഹം വില്ലൻ വേഷം ചെയ്യുമ്പോൾ ഒരു CBI ഡയറക്ടർ പോലത്തെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ആ പഴയ ശബ്ദം ആദ്യം പരിഹരിക്കാം. പഴയ കാലത്തെ ജനാറിന്റെ ശബ്ദം. പാലക്കാട് വെങ്കിടേശൻ എടുത്ത കോവഴി വെങ്കിടേശൻ തമ്മിലില്ല തപ്പി വെറുതെ കലാത്തപ്പണിക്കലാതെ. ഇത് പഴയകാല ജനാർദ്ദൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കോമഡി വേഷം ചെയ്യുന്ന ആ താരത്തെ അവതരിപ്പിക്കാം. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ശബ്ദം. ഇനി അടുത്തത് മറ്റൊരു താരത്തെ അവതരിപ്പിക്കാം. മറ്റാരുമല്ല, പഴയകാല താരമായിട്ടുള്ള ഏത് വേഷം കൊടുത്താലും വളരെ തന്മയത്തോട് ചെയ്ത താരമായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു തീര പ്രശ്നം തന്നെയാണ്. ശങ്കരാടി ചേരനെ അവതരിപ്പിക്കാം. വേദിയിൽ ശങ്കരാടി. ഏത് പരിചയമാണോ ചങ്ങവേദന ചക്രോട് ചെയ്താണ് ഒക്കെ നക്കുറില്ല പോയി പോകുന്നത്. ഇനി ഈ സിനിമാ താരത്തെ വിട്ട് നമുക്കൊരു താരത്തെ അവതരിപ്പിക്കാം. മറ്റാരുമല്ല, സുകുമാർ അഴീക്കോട് മാഷിന്റെ ശബ്ദം അനുകരിക്കാം. അദ്ദേഹം ഈ വേദിയിൽ വരികയാണെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്നതാണ് നോക്കാം. സുകുമാർ അഴീക്കോട് മാഷ് പ്രഭാഷണങ്ങളെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് തമ്മിൽ വിട്ടു കഴിഞ്ഞു പോയ സുകുമാർ അഴീക്കോട്. അതൊന്നും ശരിയില്ല കേട്ടു. ഈ സാഹചര്യത്തിന്റെ അപ്പോമത് പറയുന്നത് തന്നെയാണ്. വളരെ ലളിതമായ ഭാഷയിൽ ഉച്ചകോടി എന്താണെന്ന് ഞാൻ പറയാം. ഉച്ചകോടി എന്ന് പറയുന്നത് സ്വച്ഛന്തപരവും സ്വതന്ത്രവുമായി സ്ഫടിക കണ്ടിൽ നിന്നും ഉണ്ടാകാവുന്ന വൃക്ഷതധികാര ഘടികാരപരമായ തന്മാത്രയിലുണ്ടാകുന്ന ഒരു ചെറുതരം കണ്ണികയാണ് ഉച്ചകോടി. എന്തെങ്കിലും മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായില്ല. ഇനി അവസാന താരത്തിലേക്ക് കിടക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കോളേജ് കുമാരിമാരുടെ സ്വപ്നകാമനായിട്ടുള്ള ഇന്ദ്രൻസ്. നാലാം ക്ലാസ്സിൽ 4 തോറ്റപ്പോൾ എന്നോട് 54 പഠിക്കണ്ട. അതേപോലെ ഞാൻ പഠിച്ചിട്ടില്ല.
മൊയിലാളി തോമാരുമായി സംസാരിക്കാൻ ലക്കയിൽ മൊയിലാളി സത്യസന്ധയോടൊപ്പം കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ. ഞാനും അവിടെ കൊല്ലട്ടെ. അച്ഛൻ ഉറങ്ങി കിടക്കുന്നു ഇത്തരം അച്ഛൻ 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 അണ്ടാവട്ടൻ ഒറ്റൻ. പ്രിയപ്പെട്ട കലാസംഘങ്ങളെ, അവസാനമായി ഒരു താരത്തെ അവതരിപ്പിക്കാം. ഇത് മോഹൻലാലിനെ അവതരിപ്പിക്കാണ്ടോന്നല്ല എനിക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാം. വേദിയിൽ നമ്മുടെ സൂപ്പർ താരം ശ്രീ മോഹൻലാൽ. ശംഭു മഹാദേവ എനിക്ക് സംഭവിച്ചാലും പ്രശ്നമില്ല. എനിക്ക് സംഭവിച്ചാലും ഒരു പ്രശ്നമല്ല അല്ലേ? കൊച്ചുകളി ഒരു കളി എടവും രാവണ ഈ കുല വിദ്യാഭ്യാസമൊക്കെ കഴിച്ച് ഒരു ജോലിയില്ലാതെ എന്റെ തിരിച്ച് അവരുടെ കാലത്താക്കും അല്ലേ? പ്രശ്നമാണ്. എന്നധികം സൂപ്രണ്ട ഈ വക സൂപ്രണ്ട കൈവഴിക്കല്ലോ. ഓക്കെ, താങ്ക് യു. എന്നോട് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം തന്ന എല്ലാ കലേഴ്സ് മെമ്പേഴ്സിനോടും മാത്രമല്ല പ്രത്യേകിച്ച് ശാന്ത മോഹൻ അമ്മയോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരോടും ഇത്രയും നേരം എന്നോട് നല്ല രീതിയിൽ കൈയടിച്ച് സഹകരിച്ച എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷ നന്ദി. ഈ 2015 ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. വളരെ മനോഹരമായ രീതിയിൽ കുറച്ചു നേരം ശബ്ദവിന്യാസം കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തിയ നമ്മുടെ കളേഴ്സിന്റെ കുടുംബ അംഗമാണ് കലാഭവനിലൂടെ വർഷങ്ങളായി നമുക്ക് ഏവർക്കും സുപരിചിതനായ കലാകാരൻ പ്രമോദ്. ഒരു നല്ല കൈയടി കൊടുക്കാം. ഇനി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ വളരെയധികം തരങ്ങളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കളേഴ്സിന്റെ കരുത്ത് എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണ നൽകുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ വ്യക്തിത്വങ്ങളല്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മളൊരു സമ്മാനം, ഒരു ഗിഫ്റ്റ്, ഒരു മൊമെന്റോ നൽകുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് വേണ്ടി എത്തിയ വിശിഷ്ട അതിഥി ആനന്ദകുമാർ സാറിനെ അവരുടെ പൂർവ്വ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടമായ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കരുത്തും നൽകിയ വ്യക്തികൾക്ക് അനുമോദിക്കുന്നതിന് വേണ്ടി, മൊമെന്റ് നൽകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി സാറിനെ ക്ഷണിക്കും. നമ്മൾ മൊമെന്റ് കൊടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ ആദ്യം ഒരു നല്ല മിമിക്രി നമുക്ക് സമ്മാനിച്ച കലാഭവൻ പ്രമോദിനാണ് ആദ്യത്തെ മൊമെന്റ് നൽകുന്നത്. നല്ല കൈയ്യടി കൊടുക്കാൻ. കളേഴ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സരസ്വതി അമ്മയ്ക്ക് അടുത്ത മൊമെന്റ് നൽകുന്നു. കയ്യിൽ ഇത് പോരാട്ടോ എടുത്തു വയ്ക്കുന്ന കുട്ടിക്ക് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് ഗോൾഡൻ ആയിട്ട്